വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൻ ടൂസ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ലഡാക്കിലേക്ക് പോവാണ്. നമ്മളെ യാത്രയുടെ ആദ്യ ദിവസമാണെന്ന്. നമ്മൾ മംഗലാപുരം എത്തുകയാണ്. നമ്മൾ ഉച്ച കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ന് മംഗലാപുരത്ത് സ്റ്റേ ആണ്. നമ്മളെ കൂടെ ഉള്ളത് ഒന്ന് അഫ്ഷാന്, പിന്നെ ഒരാൾ ക്യാമറമാനാണ് ഷംസു, ഒരാൾ നമ്മളെ കൂടെ അടുത്ത് തന്നെ ജോയിൻ ചെയ്യും. നമ്മൾ പോകുന്നത് മഹീന്ദ്ര താർ കാറിലാണ്. കേരള ടു ലഡാക്കാണ് നമ്മളെ പ്ലാന്. നമ്മൾ ടോട്ടൽ 45 ദിവസമാണ് യാത്ര ചെയ്യുന്നത്. മുഴുവൻ യാത്ര ഈ വണ്ടിയിൽ തന്നെയാണ്. നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രാജസ്ഥാന്, ലഡാക്ക്, ഇത് 2 സ്ഥലങ്ങളാണ്. പോകുന്ന വഴിക്ക് നമ്മൾ പരമാവധി സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാവരും ലഗേജ് കീപ്പ് ചെയ്തത് കാരിയറിൽ തന്നെയാണ്. കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഡിക്കിയിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാരിയറിൽ തന്നെയാണ് ഉള്ളത്, പാക്ക് ചെയ്തത്. നമ്മൾ നമ്മുടെ ലഡാക്ക് യാത്രയുടെ ആദ്യത്തെ ദിവസം യാത്ര തുടങ്ങി കുറച്ച് സമയങ്ങളായി. നമ്മൾ NH66 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. NH66 പറഞ്ഞാൽ കന്യാകുമാരി മുതൽ പൻവേൽ വരെ നീണ്ടുകിടക്കുന്ന 1600 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന റോഡാണ്. ഇന്ത്യയിലെ പ്രധാന വെസ്റ്റേൺ കോസ്റ്റിലുള്ള സിറ്റികളായ മംഗലാപുരം, കൊച്ചി, ഗോവ തുടങ്ങി മേജർ സിറ്റികളിലൂടെ കടന്നു പോകുന്നൊരു ദേശീയപാതയാണ് NH66. നമ്മൾ നേരെ ഇന്ന് പോകുന്നത് മംഗലാപുരത്തേക്കാണ്. യാത്രയുടെ 2ാമത്തെ ദിവസമാണ്. നമ്മൾ മംഗലാപുരത്ത് ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ യാത്ര പുറപ്പെടാൻ വേണ്ടി ലഗേജൊക്കെ സെറ്റ് ചെയ്യാണ്. നമ്മളെ വണ്ടിൻ്റെ ബാക്കിൽ കാണുന്നത് തന്നെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ, സായി ശരൺ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. ഇന്നലെ യാത്രയുടെ ഫസ്റ്റ് ദിവസമായതുകൊണ്ട് നമുക്ക് അധികമൊന്നും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഇനി ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ മുരുഡേശ്വറിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. മുരുഡേശ്വർ, പിന്നെ ഗോകർണ, അങ്ങനെ രാത്രി ആകുമ്പോഴേക്ക് ഗോവ എത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മംഗലാപുരത്താണ്. മംഗലാപുരം രാവിലെ 7 മണി ഇറക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇറങ്ങി ഇപ്പോൾ ഏകദേശം നമുക്ക് ഉടുപ്പിയിലെത്തി. നമ്മൾ ചായ പിടിക്കാറിയാണ്. രാവിലെ ജസ്റ്റ് ഉടുപ്പിയിലെ നമ്മളിത് പോകാൻ പ്ലാൻ ചെയ്യുന്നത് നേരെ മുരുഡേശ്വർ, അത് കഴിഞ്ഞ് ഗോകർണ. സമയം ഉണ്ടെങ്കിൽ ഗോകർണ ഇറങ്ങും, അല്ലെങ്കിൽ ഗോവ എത്തിയിട്ട് ഗോവ ഇവിടെയാണ്. അങ്ങനെ നമ്മൾ രാവിലത്തെ ചായ കുടിച്ച്, പൂരി ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ ചട്നി, സാമ്പാർ. മംഗലാപുരം മുരുഡേശ്വർ റൂട്ടിലുള്ളൊരു ചെറിയൊരു കടയിൽ നിന്നാണ് കഴിച്ചത്. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. നേരെ ചായ കഴിഞ്ഞ് നേരെ മുരുഡേശ്വർ നമ്മളങ്ങനെ പോവാണ്. പിന്നെ നമുക്ക് അഫ്ഷാനെ അടുത്ത് ഇനി നേരെ മുരുഡേശ്വർ അടിപൊളി ഒരു ക്ഷേത്രമുണ്ട്, ടെമ്പിളുണ്ട്, മുരുഡേശ്വർ ടെമ്പിൾ. അവിടെ പോകണം. അത് കഴിഞ്ഞ് നേരെ പോകണം. ഗോകർണ പോകണം. പിന്നെ യാത്രയിൽ ഞങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഗോവ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗോവ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന തീരദേശ റോഡിലാണ് ഞങ്ങൾ പോവുക. അപ്പോൾ ആ റൂട്ടിലിടയിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഉണ്ടെങ്കിൽ നമ്മളെ പോകുന്ന റൂട്ടിലാണെങ്കിൽ, നിയർ ബൈ ആണെങ്കിൽ നമ്മൾ പോയി ട്രൈ ചെയ്യും. ഫുഡും സ്ഥലങ്ങളും അങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണാൻ പോവാത്ത ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങളോ ഫുഡോ ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നമ്മൾ പറ്റുന്നതാണ് ഞങ്ങൾ പോയി കാണും. അങ്ങനെ നമ്മൾ പ്രശസ്തമായ കർണാടകയിലെ മുരുഡേശ്വർ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ശിവൻ്റെ അമ്പലമാണ്. ഏകദേശം 123 അടി ഉയരത്തിലുള്ളൊരു പ്രതിമ ഉണ്ട് ഇവിടെ ഈ അമ്പലത്തിൻ്റെ കൂടെ. നിങ്ങളിപ്പോൾ നേരെ കാണുന്നതാണ് ഇവിടുത്തെ ടെമ്പിള്. ഇതിൻ്റെ നേരെ ബാക്കിലാണ് പ്രതിമ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 ഭാഗവും അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ
ഇത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു കുന്ന് പോലെ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അതിമനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ആ ഒരു പ്രതിമ കാണുമ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാവും. അമ്പലത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളെ യാത്രയുടെ 2ാം ദിവസമാണ്. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. നമ്മൾ വന്നത് മുരുടേശ്വറിലെ ശിവൻ്റെ ടെമ്പിളിലാണ്. ഇതാണ് ടെമ്പിള്. ഇതിൻ്റെ ടെമ്പിളിൻ്റെ ബേക്കിലായിട്ട് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നതാണ് ശിവൻ്റെ പ്രശ്നങ്ങൾ. മൂന്നാള് ഞങ്ങൾ അമ്പലവും പ്രതിമയൊക്കെ കണ്ട് ഇറങ്ങി വന്ന് നല്ലോണം തീർത്ഥാടകരും നല്ല തിരക്കൊക്കെ ഉണ്ട്. ആൾക്കാർ കടലിലിറങ്ങി കുളിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമുക്ക് യാത്രയിൽ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് വെള്ളം. അപ്പോൾ നമ്മൾ കഴിയുന്ന സ്ഥലത്തുനിന്ന് ഹോട്ടലിൽ കയറുമ്പോഴും എവിടെയെങ്കിലും നല്ല പമ്പിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വെള്ളം എടുത്ത് ശേഖരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിനി നേരെ പോകുന്നത് ഗോകർണയിലേക്കാണ്. ഗോകർണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ നിരനിരകളായി കിടക്കുന്ന ബീച്ചുകളുടെ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഓം ബീച്ച്, കുഡ്ലെ ബീച്ച്, ഹാഫ് മൂൺ ബീച്ച്, പാരഡൈസ് ബീച്ച്, ഗോകർണ ബീച്ച് തുടങ്ങി വളരെ അതിമനോഹരമായ ഒരു പ്രത്യേക രീതിയിലുള്ള ബീച്ചുകളുടെ ഒരു ശൃംഖല തന്നെ ഗോകർണയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാം ഒന്നും വിസിറ്റ് ചെയ്യുന്നില്ല. എല്ലാം കൂടെ കാണണമെങ്കിൽ ഒരു ഫുൾ ഡേ അവിടെ നമ്മൾ ചിലവഴിക്കേണ്ടി വരും. നമ്മൾ മിക്കവാറും ഒരു ഓം ബീച്ചും ഹാഫ് മൂൺ ബീച്ചും കണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോരും. അപ്പോൾ നേരെ ഗോകർണ. നമ്മൾ ഏകദേശം ഗോകർണ ബീച്ച് എത്തുകയാണ്. ഇവിടെയുള്ള ഒരു 5 ബീച്ചുകളുണ്ട്. ആദ്യത്തേതാണ് ഓം ബീച്ച്. നമ്മൾ പോകുന്നത് ഓം ബീച്ചിലേക്കാണ്. ഇതിൻ്റെ പേര് ഹിന്ദു സിമ്പിളായിട്ടുള്ള ഓമിൽ നിന്ന് വന്നതാണ്. കാരണം ആ ബീച്ചിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓം എന്ന രീതിയിലാണ്. പിന്നെയുള്ളത് കുഡ്ല ബീച്ച്. 3ാമത്തെ ബീച്ചാണ് ഹാഫ് മൂൺ ബീച്ച്. ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അവിടെയുള്ള കുന്നുകളിലൂടെ ട്രെക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ ബോട്ട് മാർഗമോ പോകേണ്ടതുണ്ട്. അടുത്ത ബീച്ചാണ് ഫുൾ മൂൺ ബീച്ച് അല്ലെങ്കിൽ പാരഡൈസ് ബീച്ച്. ഇവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഹാഫ് മൂൺ ബീച്ചിൽ നിന്ന് ട്രെക്ക് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ബോട്ട് വഴിയോ എത്തണം. നമ്മൾ അങ്ങനെ നല്ലൊരു റോഡിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഓം ബീച്ചിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആ അറ്റത്ത് ഈ ബീച്ചിൻ്റെ ഈ കുറേ ഒരു 5-6 ബീച്ച് ജോയിൻ ചെയ്തിട്ടാണ് ഗോകർണ ടോട്ടലി ബീച്ച് പറയുന്നത്. നമ്മൾ ആ അറ്റത്തൊരു പാരഡൈസ് ബീച്ച് ഉണ്ട്. പാരഡൈസ് ബീച്ചിൽ ഫസ്റ്റ് വരിക, അവിടുന്ന് കഴിഞ്ഞിട്ട് ഹാഫ് മൂൺ ബീച്ച് ഉണ്ട്. ഹാഫ് മൂൺ ബീച്ച് കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ആ ക്ലിഫ്. ഹാഫ് മൂൺ ബീച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിഫുണ്ട്, ഒരു ഓം ബീച്ചിൻ്റെ ബേർഡ് വ്യൂ പോയിൻ്റ് ആണ്. അത് നമ്മൾ ട്രക്ക് ചെയ്ത് കയറി വരണം. പിന്നെ ഇത് നമ്മൾ നിൽക്കുന്നതാണ് ഓം ബീച്ച്. ഓം ബീച്ചിൽ നിന്ന് ഇനി അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് എന്തിനാ പേര് കുണ്ട്ല ബീച്ച്. കുണ്ട്ല ബീച്ച് കഴിഞ്ഞാലാണ് മെയിൻ ഗോകർണ ബീച്ചായിട്ട് വരുന്നത്. അവിടെ ക്ലിഫൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന പോലെ അങ്ങനെ പ്ലാൻ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓം ബീച്ച് കണ്ട് തിരിച്ചു പോവാണ്, വണ്ടി എടുത്ത് തിരിച്ചു പോവാണ്. വരുമ്പോൾ അഫ്ഷാൻ്റെ ഉമ്മ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ പാക്ക് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് ഒരു തണലുള്ള സ്ഥലം നോക്കി ഞങ്ങൾ കഴിക്കുകയാണ്. നല്ല അടിപൊളി മാങ്ങയിന്. പൊട്ടാത്ത
നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു, നേരെ ഫുഡ് കഴിക്കാൻ കയറി. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് മലയാളി ഫാമിലിയൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിലെന്താ ഒരു റൊട്ടി, എന്ത് റൊട്ടിയാ? നൈസ് പത്തിരി. ഇവിടുത്തെ ചോറ്, തൈരുണ്ട്, അച്ചാറുണ്ട്, ചീരി കട്ടപ്പേരി ഉണ്ട്, ഒരു ദാലുണ്ട്. എന്താ പറഞ്ഞത്? നൈസ് പത്തിരി ഉണ്ട്, ചോറുണ്ട്, തൈര് വെച്ചിട്ടുണ്ട്, ഒരു സാലഡ് ഒരു കാര്യം പറയാനുള്ള, ഒന്നാമത് നമ്മൾ ഏതെങ്കിലും ടൗൺ ഏരിയന്ന് ഫുഡ് കഴിച്ച് പോരാ. അങ്ങനെ ഒറ്റപ്പെട്ട ഏരിയയിൽ എത്തുമ്പോൾ കത്തി പൈസ അയക്കും. ഒരു ചോറിന് 200 റുപ്യ, വെറും ചോറിന്. അതിനാകെ ഉള്ളതോ അച്ചാറും അപ്പേരി, ഒരു കറിയും. അങ്ങനെ അടിപൊളി നല്ല പൈസൻ്റെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഗോവക്ക് പോവാണ്. ഗോവങ്ങൾക്ക് അറിയാലോ, ഇന്ത്യയുടെ പാർട്ടി ക്യാപിറ്റൽ. കുറേ ബീച്ചുകൾ കാണാനുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇന്നൊരു ദിവസം ഹോൾട്ട് ആവാൻ വേണ്ടിയിട്ട് ഗോവക്ക് പോവാണ്. ഗോവന്ന് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ തന്നെ നമ്മളെ യാത്രയുടെ 3-ാമത്തെ ദിവസം നാളെ രാവിലെ തന്നെ നമ്മൾ നേരെ മുംബൈയിലേക്ക് പോകും. നാളെ ഒരു ലോങ് ഡ്രൈവ് ഉണ്ട്, അപ്പം നല്ല റെസ്റ്റ് എടുക്കണം. അപ്പം നല്ലൊരു സ്റ്റേ നോക്കിയിട്ടാണ് നമ്മൾ ഗോവയ്ക്ക് പോകുന്നത്. ഏതായാലും നമുക്ക് ആദ്യത്തെ ഫൈന് തന്ന കാക്കാമാർ ഫൈന് തന്നു. ആദ്യം ഫൈന് തന്നു. ഗോവയിൽ എത്തിയപ്പോഴാണ് നമുക്ക് ആദ്യത്തെ ഫൈൻ കിട്ടുന്നത്. ഗോവ കയറിയപ്പോൾ തന്നെ 500 രൂപ ഫൈൻ. ഇതുവരെയുള്ള യാത്രയിൽ നമുക്ക് അങ്ങനെ പോലീസ് ചെക്കിങ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഗോവയിൽ കയറിയാലും ഫുള്ള് പോലീസ് ചെക്കിങ് ആണ്. ഒരു 10-20 കിലോമീറ്റർ കഴിയുമ്പോൾ ട്രാഫിക് നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗോവ എല്ലാവർക്കും അറിയുന്നത് പോലെ ബീച്ചസിന് ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ബീച്ചസ്, കൾച്ചർ, അവിടുത്തെ ഭക്ഷണം, പിന്നെ നൈറ്റ് ലൈഫ്, പിന്നെ അവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങളിന്ന് രാത്രി ഗോവയിലാണ് താമസം. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മെക്സിക്കൻ നൂഡിൽസൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി ആണ്. റൂമിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. അധികം ദൂരം ഒന്നും പോകാതെ ഭക്ഷണമൊക്കെ കഴിച്ച് ജസ്റ്റ് അഞ്ജുന ബീച്ച് വരെയൊക്കെ ഒന്ന് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നു. റൂമിൽ കയറി നേരെ ഉറങ്ങാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരും വീഡിയോകൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.